മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായൻ, കരുത്തനായ ഭരണാധികാരി, NCP തലവൻ അജിത് പവാർ ഇനി ഓർമ്മ. രാജ്യം ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. രാവിലെ മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലുള്ള ബരാമതിയിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിലാണ് അജിത് പവാർ വിടവാങ്ങിയത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തന്റെ തട്ടകമായ ബരാമതിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു ഈ മഹാദുരന്തം. രാവിലെ ഏകദേശം 8 മണിയോടെയാണ് മുംബൈയിൽ നിന്ന് അജിത് പവാറും സംഘവും ഒരു സ്വകാര്യ ചാർട്ടേഡ് വിമാനത്തിൽ പുറപ്പെടുന്നത്. ബരാമതിയിൽ നടക്കാനിരിക്കുന്ന 4 പൊതു റാലികളെ അഭിസംബോധന ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. എന്നാൽ രാവിലെ 8:45 ബരാമതി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ വിമാനം അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം വിട്ട വിമാനം റൺവേക്ക് സമീപം തകർന്നു വീണു. പിന്നാലെ വിമാനത്തിന് തീപിടിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ അത് കത്തി നശിക്കുകയും ചെയ്തു. അതേസമയം അജിത് പവാറുമായി പോയ വിമാനത്തിന് ലാൻഡിംഗിന്റെ സമയം കാഴ്ചാപരിധി വളരെ മോശമായിരുന്നു എന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ വിശദീകരണം. വിമാനത്തിൽ അജിത് പവാറിനെ കൂടാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ, ഒരു സഹായി, 2 പൈലറ്റുമാർ എന്നിവർ കൂടി ഉണ്ടായിരുന്നു. അപകടം നടന്ന ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും ആളിപ്പടരുന്ന തീ കാരണം ആരെയും രക്ഷിക്കാൻ സാധിച്ചില്ല. അജിത് പവാറിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. പാർലമെന്റിന്റെ ബജറ്റ് സെക്ഷനിൽ പങ്കെടുക്കാൻ ഡൽഹിയിലായിരുന്ന ശരത് പവാർ ഉടൻ തന്നെ പൂനെയിലേക്ക് തിരിച്ചു. മഹാരാഷ്ട്രയിൽ ദുഃഖസൂചകമായി ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ചു. വിട്ടുകൊടുക്കലുകളുടെയും കൂടിച്ചേരലുകളുടെയും ഒരു രാഷ്ട്രീയ യാത്രയായിരുന്നു അജിത് പവാറിന്റേത്. 1959 അഹമ്മദാനഗറിൽ ജനിച്ച അജിത് പവാർ തന്റെ പിതാവിന്റെ മരണശേഷം അമ്മാവനായ ശരത് പവാറിന്റെ സംരക്ഷണയിലാണ് വളർന്നത്. 1982 അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. ബരാമതിയിലെ സഹകരണ മേഖലയിൽ നിന്നായിരുന്നു തുടക്കം. 1991 ബരാമതിയിൽ നിന്ന് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അമ്മാവന് കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹം ആ സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു. പിന്നീട് മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച അജിത് പവാർ സുധാകർ റാവു നായിക് സർക്കാരിന്റെ കൃഷി ജലസേചന മന്ത്രിയായി തന്റെ ഭരണപാടവം തെളിയിച്ചു. അജിത് പവാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ ജോലിയിലുള്ള കൃത്യനിഷ്ഠതയാണ്. പുലർച്ചെ 6 മണിക്ക് തന്നെ ഓഫീസിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന, ഫയലുകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കുന്ന ഭരണാധികാരി എന്ന പേര് അദ്ദേഹം നേടിയെടുത്തു. NCP രൂപീകരണത്തിന് ശേഷം പാർട്ടിയിൽ 2ാമനായി അദ്ദേഹം ഉയർന്നു. ഏറ്റവും കൂടുതൽ കാലം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി എന്ന റെക്കോർഡും അജിത് പവാറിന് സ്വന്തമാണ്. 6 തവണയാണ് അദ്ദേഹം ആ പദവി അലങ്കരിച്ചത്. ജലസേചനം, ധനകാര്യം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് സംസ്ഥാന വികസനത്തിൽ വലിയ പങ്കുവഹിക്കാൻ പവാറിന് സാധിച്ചു. അഴിമതി ആരോപണങ്ങളും രാഷ്ട്രീയ പിളർപ്പുകളും അദ്ദേഹത്തെ പലപ്പോഴും വാർത്തകളിൽ എത്തിച്ചെങ്കിലും ഭരണനിർവഹണത്തിലെ അദ്ദേഹത്തിന്റെ വേഗതയും കൃത്യതയും എതിരാളികൾ പോലും അംഗീകരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം നാടകീയമായ വഴിത്തിരിവുകൾ നിറഞ്ഞതായിരുന്നു. 2019 പുലർച്ചെ ദേവേന്ദ്ര ഫഡ്നാവിസിനൊപ്പം പോയി സത്യപ്രതിജ്ഞ ചെയ്തതു മുതൽ 2023 NCPയിൽ പിളർപ്പുണ്ടാക്കി ലോക്നാഥ് ഷിൻഡെ സർക്കാരിൽ ചേർന്നതുവരെ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ടേയിരുന്നു. അമ്മാവൻ ശരത് പവാറുമായി രാഷ്ട്രീയമായി വേർപിരിഞ്ഞെങ്കിലും തന്റെ തട്ടകമായ ബരാമതിയിൽ അദ്ദേഹം അജേയനായി തുടർന്നു. പാർട്ടിയുടെ ചിഹ്നവും പേരും നിയമപരമായി നേടിയെടുത്തതിലൂടെ അദ്ദേഹം തന്റെ രാഷ്ട്രീയ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചു. വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയിലും അജിത് പവാർ എന്ന നേതാവിനെ ജനങ്ങൾ സ്നേഹിച്ചത് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള സംസാര ശൈലിയും ജനങ്ങളുമായുള്ള ബന്ധവും കൊണ്ടാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നതിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു നേതാവ് ഉണ്ടാവില്ല. തന്നെ വാനോളം ഉയർത്തിയ ബരാമതിയുടെ മണ്ണിൽ നിന്ന് തന്നെ മടക്കം. ബരാമതിയുടെ സ്വന്തം ദാതയ്ക്ക് ഇത് അപ്രതീക്ഷിത വിടവാങ്ങലായിരുന്നു. അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും നഷ്ടപ്പെട്ട കരുത്തനായ ഒരു നേതാവിനെ ഇനി തിരിച്ചു കിട്ടില്ല. അജിത് പവാറിന്റെ വിടവാങ്ങലിലൂടെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു യുഗം കൂടിയാണ് അവസാനിക്കുന്നത്.